അല്പസമയം ഞാൻ ദൈവവചനത്തിൽ നിന്നും നിങ്ങളോട് സംസാരിക്കുവാനായി ആഗ്രഹിക്കുന്നു. അതിനാസ്പദമായി തിരഞ്ഞെടുത്ത വേദഭാഗം ലൂക്കോസ് 24 അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ. ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവർ അവരോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഹല്ലേലൂയ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ ജീവനോടിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഹല്ലേലൂയ. യേശു ഇവിടെയില്ല, യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആമേൻ. 2021 വർഷങ്ങൾക്ക് മുൻപ് കർത്താവായ രാജാതി രാജാവായ യഹൂദ ഗോത്രത്തിന്റെ സിംഹമായ ആമേൻ മാനവ കുലത്തെ സൃഷ്ടിച്ച ഒരു വാക്കുകൊണ്ട് സർവചരാചരങ്ങളെയും, ആകാശത്തിലെ പറവകളെയും, സമുദ്രത്തിലെ സർവചരാചരങ്ങളെയും, സസ്യങ്ങളെയും ഇഴജന്തുക്കളെയും നമുക്ക് കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുന്നതും കാണുവാൻ കഴിയാത്തതുമായിട്ടുള്ള കാര്യാദികളെ സൃഷ്ടിച്ചവനായ ദൈവം 2021 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കർത്താവും രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന ആമേൻ നസറനായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയുണ്ടായി. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് അയച്ചത്? ആമേൻ. യേശു കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്നത് പാപികളെ തേടിയാകുന്നു. അവൻ കടന്നു വന്നത് നഷ്ടപ്പെട്ടു പോയ പാപിയെ തേടി, നഷ്ടപ്പെട്ടു പോയ ആടിനെ തേടി, നഷ്ടപ്പെട്ടു പോയ ബ്രഹ്മയെ തേടി. ആമേൻ. നഷ്ടപ്പെട്ടു പോയ, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും മാറിപ്പോയ, ദൈവത്തെ വിട്ട് അകന്നു പോയ, പിന്മാറ്റാവസ്ഥയിലായിരിക്കുന്ന, മനസ്സാന്തരപ്പെട്ടിട്ടും രൂപാന്തരപ്പെട്ടിട്ടും ഇന്നും മനസ്സാന്തരപ്പെടാതെ, രൂപാന്തരപ്പെടാതെ വീണ്ടും പഴയ പാപത്തിൽ ജീവിക്കുന്ന നിന്നെയും എന്നെയും തേടിയത്രേ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്നിട്ട് ഒരു പള്ളിയും സ്ഥാപിച്ചില്ല. ആമേൻ. ഒരു ഡിനോമിനേഷനും ഉണ്ടാക്കിയില്ല. ആമേൻ. കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്നിട്ട് ആമേൻ ഒരു സംഘടനകൾക്കും രൂപം നൽകിയില്ല. കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്നത് മനുഷ്യരെ തേടിയാണ്. ആമേൻ. നിന്നെയും എന്നെയും തേടിയാണ് കർത്താവ് കടന്നു വന്നത്. ആമേൻ. നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി, നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി, ആമേൻ, നാമും പിതാവുമായുള്ള നഷ്ടപ്പെട്ടു പോയ കൂട്ടായ്മ ബന്ധത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു എന്ന് വേദഭാഗത്തിലൂടെ കാണുവാനായിട്ട് കഴിയും. ആമേൻ. ഇന്ന് കാണുന്ന ആമേൻ സഭകൾ, സംഘടനകൾ, ക്രിസ്തീയ ഓർഗനൈസേഷനുകൾ, ഇതൊക്കെയും മനുഷ്യൻ ഉണ്ടാക്കിയതാണ്. മനുഷ്യനാണ് രൂപം കൊടുത്തത്. എന്തിനു വേണ്ടി? സുവിശേഷീകരിക്കപ്പെടേണ്ടതിനായി. ആമേൻ. യേശു എന്ന് കേട്ടിട്ടില്ലാത്ത ഇടങ്ങളിൽ ആമേൻ യേശുവിനെ കുറിച്ച് അറിയേണ്ടതിനായി. ആമേൻ. നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന, പാപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, അകൃത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, ആമേൻ, നിത്യജീവനെ നഷ്ടപ്പെടുത്തി ഈ ലോകത്തിന്റെ പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ജനത്തെ വീണ്ടും മടക്കി വരുത്തേണ്ടതിനാണ് ഇപ്രകാരമുള്ള കൂട്ടായ്മകൾ, ഇപ്രകാരമുള്ള ആരാധനകൾ, ഇപ്രകാരമുള്ള സംഘടനകൾ പലരിലൂടെയും ആമേൻ സ്ഥാപിതമായത്. നിങ്ങൾക്കേവർക്കും അറിയാം, യേശു കർത്താവ്
ഈ ലോകത്തിൽ ഭൂജാതനായത് ഒരു പുരുഷ സംസർഗം കൂടാതെ പരിശുദ്ധാത്മാവിനാൽ കന്യക മറിയയിൽ ആമേൻ ഉൽപാദിതനായി മാറപ്പെട്ടു. വിശുദ്ധജാതനായി, ആമേൻ, വിശുദ്ധനായി ഈ ലോകത്തിൽ യേശു ക്രിസ്തു ആമേൻ കളങ്കമില്ലാതെ പാപമില്ലാതെ തന്നിൽ ലവലേശം ഈ ലോകപ്രകാരമുള്ള തെറ്റുകളില്ലാതെ ഈ ലോകത്തിൽ കർത്താവ് ആമേൻ മറിയയിലൂടെ ഭൂജാതനായി മാറ്റപ്പെടുകയുണ്ടായി. യേശു കർത്താവ് ആമേൻ ഈ ഭൂമിയിൽ ജനിച്ചതിന് ശേഷം ഈ ഭൂമിയിൽ വളർന്നു. തൻ്റെ അപ്പനോടുകൂടെ തച്ചവേലയിലായിരുന്നു. ആമേൻ. ആ പണികളിലൊക്കെയും യേശു കർത്താവ് തൻ്റെ അപ്പനെ സഹായിച്ചു പോന്നു. എന്നാൽ ദൈവത്തിൻ്റെ നിയോഗം കർത്താവിലൂടെ വെളിപ്പെടുവാൻ സമയമായപ്പോൾ തൻ്റെ 30-ാമത്തെ വയസ്സിൽ യേശു കർത്താവ് യോർദാനിൽ യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേൽക്കുവാൻ ആമേൻ കടന്നു ചെന്നു എന്ന് വേദഭാഗത്തിലൂടെ കാണുവാനായിട്ട് കഴിയും. തൻ്റെ ശുശ്രൂഷകൾക്ക് മുന്നോടിയായി ആമേൻ യേശു കർത്താവ് സ്നാനമേൽക്കുവാൻ യോർദാനിലേക്ക് കടന്നു ചെന്നു. അവിടെ യേശു കർത്താവ് യോർദാനിൽ യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റു. സ്തോത്രം. യേശു കർത്താവ് വെള്ളത്തിൽ നിന്നും കരയിലോട്ട് കയറിയപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപേണെ ആ സാദൃശ്യത്തിൽ ആമേൻ കർത്താവായ യേശുവിൻ്റെ ശിരസിൽ ആമേൻ കടന്നു വരികയുണ്ടായി. അവിടെ പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടു വന്നു. സ്വർഗത്തിൽ നിന്ന് ഇപ്രകാരം ഒരു ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നിന്നെയും എന്നെയും നോക്കി ആമേൻ ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവൻ എൻ്റെ പ്രിയ പുത്രി എന്ന് പറയുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുമ്പോൾ, കൂട്ടായ്മ ബന്ധത്തിൽ നാം ആയിരിക്കുമ്പോൾ, ഒരു വിശുദ്ധ ജീവിതം ഈ ലോകത്തിൽ നാം നയിക്കുമ്പോൾ, ആമേൻ തിരുസഭയോട് പറ്റിച്ചേർന്ന് നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, കർത്തൃമേശയിൽ നാം അംശികളായി മാറുമ്പോൾ, നാം ആമേൻ വെള്ളത്താൽ മുങ്ങി സ്നാനമേൽക്കുമ്പോൾ, ദൈവം നമ്മെക്കുറിച്ച് പറയും, ഇവൻ എൻ്റെ പ്രിയ പുത്രി, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. ആമേൻ. ഈ ലോകത്തിൽ മനുഷ്യൻ ആമേൻ പലരുടെയും പുറകെ ഓടുന്നവരാണ്. പല പുണ്യ സ്ഥലങ്ങളും സന്ദർശിക്കുന്ന വ്യക്തികളെ കുറിച്ച് എനിക്കറിയാം. പല പുണ്യ സ്ഥലങ്ങളിലും ആളുകൾ കടന്നു ചെല്ലാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? രക്ഷ പ്രാപിപ്പാൻ, മോക്ഷപ്രാപ്തിക്ക് വേണ്ടി. ആമേ തങ്ങൾക്ക് ഈ ലോകത്തിൽ നിന്നും രക്ഷ ഉണ്ടാകുവാൻ അവർ പല പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുകയും ആമേൻ പല സ്ഥലങ്ങളിലും നേർച്ച കാഴ്ചകൾ കൊടുക്കുകയും ചെയ്യുന്നത് പലപ്പോഴും അറിയുവാനും മനസ്സിലാക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവസഭയെ, നാം പോകുന്ന വഴിയിൽ യാത്രാ മധ്യത്തിൽ ആമേൻ ഏതെങ്കിലും സ്ഥലത്ത് ആമേൻ നാം നേർച്ചകൾ നേർന്നത് കൊണ്ടോ ആമേൻ പുണ്യാളന്മാരെ സന്ദർശിച്ചത് കൊണ്ടോ നമുക്ക് മോക്ഷപ്രാപ്തിയോ രക്ഷയോ ഉണ്ടാകണമെന്നില്ല. എപ്പോഴാണോ യഥാർത്ഥമായി ആമേൻ യേശു കർത്താവ് ഈ ലോകത്തിൽ എനിക്ക് വേണ്ടി ജനിച്ചു, എനിക്ക് വേണ്ടി ജീവിച്ചു, എനിക്ക് വേണ്ടി അവൻ മരിച്ചു, എനിക്ക് വേണ്ടി യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നത്,
ആ സമയം ആമേൻ നിനക്ക് ആമേൻ മോക്ഷപ്രാപ്തി ഉണ്ടാകുന്ന, ആ സമയത്ത് നിനക്ക് രക്ഷയുണ്ടാകുന്ന. ഏലസിലല്ല രക്ഷയിരിക്കുന്നത്. പലരുടെയും രക്ഷയിരിക്കുന്നത് ഏലസുകളിലാണ്. ആമേൻ ചിലർ കരങ്ങളിൽ ഏലസ് കെട്ടാറുണ്ട്. ആമേൻ ചിലർ ആമേൻ ശരീരത്തിൽ പല ഭാഗങ്ങളിലും ഏലസുകൾ കെട്ടാറുണ്ട്. പല സ്ഥലങ്ങളിലും പോയി അതൊന്നും നിങ്ങൾക്കൊരു രക്ഷയും നൽകത്തില്ല. ആമേൻ പലരും പറയുന്നത് ഈ ലോകത്തിൽ പോകുമ്പോൾ അപകടമുണ്ടാകാതിരിക്കുവാൻ, പൈശാചികമായിട്ടുള്ള പോരാട്ടങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ പല ഏലസുകളും പല സ്ഥലങ്ങളിൽ നിന്നും കെട്ടാറുണ്ട്. എന്നാൽ അതുകൊണ്ട് ഒന്നും തന്നെ ആമേൻ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം നൽകുവാൻ കഴിയത്തില്ല. ഏലസുകൾക്ക് നിങ്ങളുടെ ആമേൻ പ്രശ്നത്തിന് ഉത്തരം നൽകുവാൻ കഴിയത്തില്ല. ഉത്തരം തരുവാൻ കഴിയുന്നത് യേശുവിന് മാത്രം. അവന് മാത്രമേ ആമേൻ നിന്റെ തടസ്സങ്ങളെ അകറ്റുവാൻ കഴിയുകയുള്ളൂ. യേശുവിന് മാത്രമേ പ്രതിസന്ധികളെ അകറ്റുവാൻ കഴിയത്തുള്ളൂ. യേശുവിന് മാത്രമേ നിന്റെ ഭയപ്പാടുകളെ മാറ്റുവാൻ കഴിയുകയുള്ളൂ. പലർക്കും ജീവിതത്തിൽ ഭയമാണ്, നാളെയെക്കുറിച്ച് ഭയമാണ്, ആശങ്കകളാണ്. എങ്ങനെ മുന്നോട്ട് പോകും? എങ്ങനെ ഞാൻ ആമേൻ എൻ്റെ മക്കളുടെ കാര്യതകൾ ആമേൻ ക്രമീകരിക്കും? പലവിധമായിട്ടുള്ള ഭയപ്പാടുകൾ ആമേൻ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളവരായിരിക്കാം. പലപ്പോഴും രോഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഭയമുണ്ടായിരിക്കാം. ഈ രോഗം എന്നെ തളർത്തിക്കളയുമോ? ഈ രോഗം എൻ്റെ ആയുസ്സിനെ നഷ്ടപ്പെടുത്തുമോ? ഈ രോഗം എനിക്ക് മരണമുളവാക്കുമോ? പലവിധമായിട്ടുള്ള ഭയപ്പാടുകൾ നമ്മുടെ ഉള്ളിൽ വരാറുണ്ട്. ഭയം വരുമ്പോൾ ആമേൻ പൈശാചികമായിട്ടുള്ള ബന്ധനങ്ങളാൽ ആമേൻ നിങ്ങൾ ഭാരപ്പെടുമ്പോൾ, ആമേൻ ശത്രുക്കൾ നിങ്ങളെ ഞെരുക്കുമ്പോൾ, ആമേൻ കൂട്ടുകാർ നിങ്ങളെ പകയ്ക്കുമ്പോൾ, ആമേൻ നിങ്ങൾ ഒന്നുകൊണ്ടും ആശങ്കപ്പെടേണ്ടതില്ല, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. കാരണം ഈ ലോകത്തിൽ മറ്റു വ്യക്തികളോട് കൂടെ ഉള്ളവനേക്കാൾ വലിയവനും സർവശക്തനും സർവവ്യാപിയും നമ്മോട് കൂടെ എല്ലായ്പ്പോഴും ഇരിക്കുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. അവനാണ് നസ്രനായ യേശു ക്രിസ്തു. അവന് നമ്മുടെ ഭാരത്തെ മാറ്റുവാൻ കഴിയും, നമ്മുടെ ഭയപ്പാടുകളെ മാറ്റുവാൻ കഴിയും. നിന്റെ ഭാരം എൻ്റെ മേലിട്ടുകൊള്ളുക, ഞാൻ അതിനെ വഹിക്കാം, ഞാൻ അതിനെ പുലർത്താം. ദൈവത്തിൻ്റെ വചനം നിന്നെ നോക്കി പറയുന്നു. പലരും നിങ്ങളുടെ ഭാരങ്ങളെ, ആശങ്കകളെ ആമേൻ നാം തന്നെയാണ് ചുമന്നുകൊണ്ട് പോകുന്നത്. ആമേൻ ഈ ആശങ്കകളും ഭാരങ്ങളും നമ്മുടെ തലയിലേറ്റിയാണ് ഈ ലോകത്തിൽ സഞ്ചരിക്കുന്നത്. ആമേൻ വചനം പറയുന്നു, നിന്റെ ഭാരം എൻ്റെ മേലിട്ടുകൊള്ളുക, ഞാൻ അതിനെ ആമേൻ മറുപടി നൽകാം, ഞാൻ നിന്നെ പുലർത്തും എന്നാണ് വേദഭാഗം പറയുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിലെ ഭാരങ്ങൾ, ക്ലേശങ്ങൾ, കഷ്ടതകൾ, ഭയപ്പാടുകൾ ആമേൻ നാം നമ്മുടെ ശിരസിൽ ആമേൻ വഹിച്ചുകൊണ്ട് പോകേണ്ടതില്ല. സകലതും ക്രിസ്തുവിൽ ഭരമേൽപ്പിക്കുക, അവൻ നിനക്ക് മറുപടി നൽകും. ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ ദിവസം കടന്നു വരും, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവസം, നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുടെ ദിവസം കടന്നു വരും. അത് നിശ്ചയമാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് ദൈവമക്കളെ. സഹോദര സഹോദരി, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഭംഗം വരികയില്ല. നീ പ്രാർത്ഥനയോടെയാണോ ആയിരിക്കുന്നത്? ആമേൻ. നിന്റെ ഇപ്പോഴുള്ള ജീവിതത്തിൽ അവസ്ഥയെ ഓർത്ത് നീ നെടുവീർപ്പിടുന്നുണ്ടാകാം, നീ കരയുന്നുണ്ടാകാം, നീ ഒറ്റയ്ക്ക് തേങ്ങുന്നുണ്ടാകാം.
നീ വിലപിക്കുന്നുണ്ടാകാം. ഒറ്റയ്ക്ക് ആരും കാണാതെ ആമേൻ നിന്റെ വാതിൽ അടച്ച് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് നീ പറയുന്നുണ്ടാകാം. ഞാൻ ഒന്ന് പറയാം, ഈ സമയവും മാറിപ്പോകും. ആമേൻ. ഇന്ന് ദുഃഖമാണോ? ഇന്ന് വേദനയാണോ? ഇന്ന് കണ്ണുനീരാണോ? ഇന്ന് സാമ്പത്തിക ഞെരുക്കമാണോ? ഇന്ന് കടഭാരമാണോ? ഇന്ന് പലവിധമായ ശത്രുപീഡയാണോ? ഈ സമയവും കടന്നു പോകും. ഈ സമയവും കടന്നു പോകുന്ന എന്നും ദൈവമക്കൾക്ക് കഷ്ടതയല്ല, എന്നും ദൈവമക്കൾക്ക് രോഗമല്ല, എന്നും ദൈവമക്കൾക്ക് പൈശാചികമായിട്ടുള്ള പോരാട്ടമല്ല. എന്നും ദൈവമക്കൾക്ക് കഷ്ടതയല്ല, എന്നും ദൈവമക്കൾക്ക് രോഗമല്ല, എന്നും ദൈവമക്കൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കമല്ല. നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്ന, നിന്റെ അവസ്ഥയെ തിരുത്തി കുറിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. യഹോവ എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകും. ആമേൻ. നിന്റെ വളർച്ച കണ്ട്, നിന്റെ ഉയർച്ച കണ്ട്, നിന്റെ അനുഗ്രഹം കണ്ട് നിന്റെ ശത്രുക്കൾ, നിന്നെ പകച്ചവർ, നിന്നെ പരിഹസിച്ചവർ, നിന്നെ മാറ്റി നിർത്തിയവർ, ആമേൻ, നിന്നെ താഴ്ത്തിക്കെട്ടിയവർ, നിന്നെ അപമാനിച്ചവർ മാറി നിന്ന് ആമേൻ ആശ്ചര്യപ്പെടുന്ന, അതിശയിക്കുന്ന, അത്ഭുതപ്പെടുന്ന നാളുകൾ, ആമേൻ, അത് ഒട്ടും താമസമില്ല, അത് വൈകത്തില്ല. ദൈവത്തിന്റെ ആമേൻ വാഗ്ദത്തത്തിന് മാറ്റമില്ല. അവന്റെ വാഗ്ദത്തം മാറുകയില്ല. മനുഷ്യൻ മാറിപ്പോകുന്ന, വ്യക്തികൾ മാറിപ്പോകുന്ന ഇന്ന് കാണുന്ന മനുഷ്യൻ, അവന്റെ സ്വഭാവം മാറിപ്പോകാം. പക്ഷേ ദൈവം ഒരിക്കലും തൻ്റെ മക്കളെ വിട്ട് മാറുകയില്ല. ഈ ലോകത്തിലെ ആരൊക്കെ മാറിക്കളഞ്ഞാലും, ആരൊക്കെ നമ്മെ വിട്ട് ആമേൻ മാറിപ്പോയാലും, സഹായിക്കാമെന്ന് പറഞ്ഞവർ, ആമേൻ കൈ താങ്ങാമെന്ന് പറഞ്ഞവർ, ആമേൻ എല്ലാ കാലവും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവർ നമ്മെ വിട്ട് മാറിപ്പോയാലും നമ്മോട് കൂടെ ഒരു യേശു ഉണ്ട്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഈ മരുയാത്രയിൽ ആമേൻ എന്റെ തോണി ആടി ഉലഞ്ഞാലും, ആമേൻ തിരമാലകൾ ഉണ്ടായാലും, പ്രതികൂലങ്ങൾ ഉണ്ടായാലും, എൻ്റെ കൂടെ എൻ്റെ യേശു ഉണ്ട്. ആമേൻ. അവൻ എൻ്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സംരക്ഷണം എൻ്റെ കൂടെയുണ്ട്. എൻ്റെ പോക്കിൽ, എൻ്റെ യാത്രയിൽ, എൻ്റെ നടപ്പിൽ, എൻ്റെ സംസാരത്തിൽ, എൻ്റെ പ്രവൃത്തിയിൽ, എൻ്റെ നോട്ടത്തിൽ, എൻ്റെ ഇടപെടലുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആമേൻ ഇറങ്ങി വരും. ദൈവശക്തി വ്യാപരിക്കും. അവൻ ഒരിക്കലും നമ്മെ വിട്ട് മാറിപ്പോകുകയില്ല. യേശു കർത്താവ് ആമേൻ 3.5 വർഷക്കാലം ഈ ലോകത്തിൽ തൻ്റെ ശുശ്രൂഷകൾ നിർവഹിച്ചു. കർത്താവ് തൻ്റെ അടുക്കൽ കടന്നു വന്ന ആരെയും, ഒരു വ്യക്തികളെ പോലും മടക്കി അയച്ചതില്ല. നിങ്ങൾ ആരുടെ മുൻപിലാണ് ഇരിക്കുന്നത്? അത് നാം തിരിച്ചറിയണം. നാം ആരുടെ മുൻപിലാണ് ആയിരിക്കുന്നത്? അതിനെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടാകണം. നാം ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ മുൻപിലാണ്. നാം ആയിരിക്കുന്നത് യേശുവിൻ്റെ മുൻപിലാണ്. നാം ആയിരിക്കുന്നത് മനുഷ്യന്റെ മുൻപിലല്ല. രക്ഷിപ്പാൻ കഴിയാത്ത വൃദ്ധ മനുഷ്യന്റെ അടുക്കലല്ല നാം ആയിരിക്കുന്നത്. നമ്മെ സൃഷ്ടിച്ച ജീവന്റെ ഉടയോനായ, ആമേൻ, നമ്മുടെ ജീവന്റെ പരിപാലകനായ ആ ദൈവത്തിൻ്റെ അടുക്കലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. കർത്താവിൻ്റെ അടുക്കൽ കടന്നു വന്ന ആമേൻ ഓരോരുത്തരെയും
യേശു കർത്താവ് തൊട്ടു, സൗഖ്യമാക്കി, അവരെ വിടുവിച്ചു, അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റി. ആരെയും കർത്താവ് മടക്കി അയച്ചില്ല. എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടു. എല്ലാവരും വിടുതൽ പ്രാപിപ്പാൻ ഇടയായി തീർന്നു. യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷ വളരെയധികം പരിജ്ഞാനത്തോടെ, വളരെയധികം വിവേകത്തോടെ ഈ ലോകത്തിൽ ചെയ്ത് പൂർത്തീകരിച്ചു എന്ന് വേദഭാഗത്തിലൂടെ കാണുവാനായിട്ട് കഴിയും. കർത്താവ് തനിക്കായി നിശ്ചയിക്കപ്പെട്ട സമയം കടന്നു വന്നു എന്ന് അറിഞ്ഞപ്പോൾ, ഈ ലോകത്തിലെ തൻ്റെ ശുശ്രൂഷകൾ അവസാനിപ്പിക്കുവാൻ സമയമായി എന്ന് അറിഞ്ഞപ്പോൾ, ആമേൻ, കർത്താവ് ആമേൻ തന്നെത്താൻ താഴ്ത്തി കൊടുത്തു എന്ന് വേദഭാഗത്തിലൂടെ കാണുവാനായിട്ട് കഴിയും. ഈ ലോകത്തിലെ ഒരു മനുഷ്യനും യേശുവിനെ തൊടുവാൻ കഴിയത്തില്ല. ഈ ലോകത്തിലെ ഒരു വ്യക്തിക്കും യേശുവിനെ പിടിച്ചു കെട്ടുവാൻ കഴിയത്തില്ല. ഈ ലോകത്തിലെ ഒരു കോടതിക്കും യേശുവിനെ ന്യായം വിധിപ്പാൻ കഴിയത്തില്ല. ഈ ലോകത്തിലെ ഒരു വ്യക്തിക്കും യേശുവിനെ കൊല ചെയ്യുവാൻ കഴിയത്തില്ല. എന്നാൽ താൻ ഈ ലോകത്തിൽ വന്നതിൻ്റെ ദൈവിക ഉദ്ദേശം തന്നിലൂടെ നിറവേറപ്പെടേണ്ടതിനായി യേശു കർത്താവ് തന്നെത്താൻ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തു. വേദഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. യേശുവിനെ ആമേൻ പിടിച്ചുകൊണ്ട് പോയി. ആമേൻ, റോമൻ പടയാളികൾ ആമേൻ യേശുവിനെ അതിക്രൂരമായി പീഡിപ്പിച്ചു. കർത്താവിന്റെ മുഖത്ത് ആഞ്ഞടിച്ചു. കർത്താവിന്റെ താടിയിലെ രോമങ്ങൾ അവർ വലിച്ച് പിഴുതെടുത്തു. മുൾക്കിരീടം കർത്താവിന്റെ ശിരസിന്മേൽ ആമേൻ അവർ തറയ്ക്കുകയുണ്ടായി. മുഷ്ടി ചുരുട്ടി യേശുവിനെ അവർ ഉപദ്രവിച്ചു. കർത്താവിനെ ആമേൻ ഈ ലോകത്തിൽ എത്രത്തോളം പീഡിപ്പിക്കുവാൻ കഴിയുമോ, എത്രത്തോളം ഉപദ്രവിക്കുവാൻ കഴിയുമോ, അത്രത്തോളം ആമേൻ റോമൻ പടയാളികൾ യേശുവിനെ ഉപദ്രവിക്കുവാനിടയായി. ചാട്ടവാറുകൾ കൊണ്ട് യേശുവിനെ അടിച്ചു. യേശുവിന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പി. യേശുവിന്റെ വസ്ത്രം മാറ്റി അവനെ ധൂമ്ര വസ്ത്രം ധരിപ്പിച്ചു. എത്രത്തോളം അവനെ പരിഹസിക്കുവാൻ പറ്റുമോ അത്രത്തോളം യേശുവിനെ ഈ ലോക മനുഷ്യർ പരിഹസിച്ചു. അവനെ കളിയാക്കി. സകല പീഡനങ്ങളും കർത്താവ് അനുഭവിക്കുകയുണ്ടായി. യേശു കർത്താവ് തകർക്കപ്പെട്ടു, ഉടയ്ക്കപ്പെട്ടു. ആർക്കു വേണ്ടി? നിന്റെയും എന്റെയും രക്ഷയ്ക്കായി, നിന്റെയും എന്റെയും വീണ്ടെടുപ്പിന് വേണ്ടി കർത്താവ് ഉടയ്ക്കപ്പെട്ടു. അവൻ തകർക്കപ്പെട്ടു. ആമേൻ. യേശു കർത്താവിനെ കാൽവരി ക്രൂശിൽ ആമേൻ ക്രൂശിച്ചു എന്ന് നമുക്ക് വേദഭാഗത്തിലൂടെ മനസ്സിലാക്കുവാനായി കഴിയും. ക്രൂശിതനായ യേശു ആമേൻ ക്രൂശിൽ കിടന്നുമ്പോഴും പടയാളികൾ യേശുവിനെ പരിഹസിച്ചു. യേശുവിന്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തുവാനിടയായി. ആമേൻ. എന്തിനു വേണ്ടിയാണ് കർത്താവ് ഇതൊക്കെയും സഹിച്ചത്? ആമേൻ. നിന്റെയും എന്റെയും പാപത്തിന് പരിഹാരമായി ഒരു വിശുദ്ധ രക്തം ഒഴുകപ്പെടണം. ആട്ടിന്റെ രക്തത്തിനോ, പശുക്കിടാവിന്റെ രക്തത്തിലോ, പട്ടിയുടെയും പൂച്ചയുടെ രക്തത്തിലോ നിന്റെയും എന്റെയും വീണ്ടെടുക്കുവാൻ, നിന്റെയും എന്റെ രക്ഷയ്ക്കായി മറുവിലയാകത്തില്ല. നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി യേശു കർത്താവ് ആമേൻ നമ്മുടെ ശാപങ്ങളെ ഏറ്റെടുത്ത് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു.
ആമേൻ, പിശാചിന്റെ ഏജന്റുമാരും റോമൻ ഗവൺമെന്റും റോമൻ പടയാളികളും പുരോഹിതന്മാരും അന്നത്തെ ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും എല്ലാം അവസാനിച്ചു, എല്ലാം കഴിഞ്ഞു. ആമേൻ, യേശുവിൻ്റെ യുഗം തീർന്നു എന്ന് പറഞ്ഞ് ആമേൻ അവർ സന്തോഷിച്ചു, അവർ ആനന്ദിച്ചു, അവർ അങ്ങനെയായിരുന്നു. ആമേൻ, യേശു കർത്താവിനെ കല്ലറയിൽ വച്ചിരിക്കുകയാണ്. ഈ ലോകത്തിൽ നമ്മുടെ ശത്രുക്കൾ മരണപ്പെട്ടാൽ നാം അവരെ പിന്നെ ഭയക്കത്തില്ല. അവർ മരണപ്പെട്ടു, മരിച്ചു കഴിഞ്ഞു. ഈ ലോകത്തിലെ വ്യക്തികൾ മരണപ്പെട്ടാൽ നാം പിന്നെ അവരെ ഭയക്കത്തില്ല, മരിച്ചു കഴിഞ്ഞു. പക്ഷെ യേശു കർത്താവ് മരണപ്പെട്ടതിന് ശേഷവും ആമേൻ, പിശാചും റോമൻ ഗവൺമെന്റും റോമൻ പടയാളികളും ഭയപ്പെട്ടു, അവർ പേടിച്ചു. എന്താ കാരണം? ആമേൻ, മരിച്ചത് ആമേൻ നിസ്സാര ആമേൻ ഒരു വ്യക്തിയല്ല. ആമേൻ, യേശു കർത്താവിനെ അടക്കിയ സ്ഥലത്ത് കല്ലുരുട്ടി വെച്ച് അവർ റോമൻ ഗവൺമെന്റിനെ മുദ്ര പതിപ്പിച്ചു. ആമേൻ, പടയാളികളെ അവിടെ കാവൽ നിർത്തി. അവർക്ക് ഭയമാണ്. ആമേൻ, പലപ്പോഴും ആമേൻ ശത്രുക്കൾ നമ്മുടെ മരണം കാണുവാൻ കൊതിക്കുമ്പോൾ, ശത്രുക്കൾ നമ്മുടെ നാശം കാണുവാൻ കൊതിക്കുമ്പോൾ, ആമേൻ നമ്മുടെ പല ബന്ധുമിത്രാദികളും നമ്മുടെ തകർച്ച കാണുവാൻ ശ്രമിക്കുമ്പോൾ, നമുക്ക് രോഗം വരുമ്പോൾ, നമുക്ക് കഷ്ടത വരുമ്പോൾ, ഈ ലോകത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, എല്ലാം തീർന്നു കഴിഞ്ഞു എന്ന് അവർ ചിന്തിക്കുമ്പോൾ, അവരുടെ ചിന്തകൾക്ക് വിപരീതമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. ആമേൻ, അവരുടെ ചിന്തകൾക്ക് വിപരീതമായി ആമേൻ ദൈവത്തിൻ്റെ കരം ആമേൻ നാം എവിടെ അവസാനിച്ചു എന്ന് വിചാരിക്കുന്നുവോ അവിടെ നിന്നും ഒരു പുതുജീവിതം നമുക്ക് ആരംഭിക്കുവാൻ കഴിയും. അവിടെ നിന്നും ആമേൻ നമുക്ക് പുതിയ ആമേൻ കാര്യങ്ങളെ ചെയ്ത് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും. ആമേൻ, ഇവിടെ ഒന്നാം ദിവസമായി ഒന്നും സംഭവിച്ചില്ല. ആമേൻ, രണ്ടാം ദിവസമായി ഒന്നും സംഭവിച്ചില്ല. എന്നാൽ വേദഭാഗത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും, മൂന്നാം ദിവസത്തിൽ ആമേൻ പുനരുത്ഥാനത്തിന്റെ ശക്തി ആമേൻ യേശുവിനെ വെച്ചിരുന്ന കല്ലറയിൽ ഇറങ്ങി വന്നപ്പോൾ ആമേൻ യേശു കർത്താവ് ആമേൻ ജീവനുള്ള ദേഹിയായി അവൻ ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നു. ആമേൻ, ഈ യേശുവിൻ്റെ നാമത്തെയാണ് നാം വിളിച്ചപേക്ഷിക്കുന്നത്. ആമേൻ, മരിച്ചു പോയ ഒരു ദൈവത്തെ അല്ല നാം ആരാധിക്കുന്നത്. ആരെങ്കിലും പറഞ്ഞ കേട്ട് കേൾവിയുള്ള ആമേൻ ആരെങ്കിലും വിളിക്കുന്ന ദൈവത്തെ അല്ല നാം ആരാധിക്കുന്നത്. ആമേൻ, നാം കണ്ടതും കേട്ടതും രുചിച്ചറിഞ്ഞതും മനസ്സിലാക്കിയതും അനുഭവിച്ചതും ഒക്കെയാണ് നമ്മുടെ ദൈവസ്നേഹം. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ ഈ ലോകത്തിൽ സധൈര്യം യാത്ര ചെയ്യുവാനായിട്ട് കഴിയും. ആമേൻ, യേശുവിൻ്റെ നാമത്തിന് ശക്തിയുണ്ട്. യേശു കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ ആമേൻ പലരെയും സൗഖ്യമാക്കി. പല രീതികളിൽ യേശുവിൽ നിന്നും ദൈവത്തിൻ്റെ ശക്തി ആമേൻ വ്യക്തികളിലോട്ടും ദൈവജനത്തിലോട്ടും വ്യാപരിച്ചു എന്ന് വേദഭാഗത്തിലൂടെ കാണുവാനായിട്ട് കഴിയും. ആമേൻ, പലപ്പോഴും ആമേൻ മരിച്ച അവസ്ഥയിലായിരിക്കാം നാം ജീവിതത്തിലായിരിക്കുന്നത്. പലരും പറയാറുണ്ട്, ബ്രദറെ സിസ്റ്ററെ ഞാൻ എന്നേ മരിച്ചുപോയി. ആമേൻ, എൻ്റെ ആമേൻ ശരീരമാണ് ഇവിടെ ആയിരിക്കുന്നത്, എൻ്റെ മനസ്സ് എന്നേ മരിച്ചുപോയി. ആമേൻ, ഞാൻ ഇപ്പോൾ ഒന്നിനോടും പ്രതികരിക്കാറില്ല, ഞാനിപ്പോൾ ഒന്നിനോടും ആമേൻ മിണ്ടാറില്ല.
ആരോടും സംസാരിക്കാറില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവ പൈതലേ, നീ വിശ്വാസത്തോടെ ദൈവമുഖത്തേക്ക് നോക്കി, ദൈവമേ, ആമേൻ, എൻ്റെ ജീവിതത്തിൽ അവസ്ഥയ്ക്ക് വ്യത്യാസത്തെ വരുത്തേണമേ, എൻ്റെ ജീവിതത്തിൽ നാറ്റം വമിച്ച അവസ്ഥകൾക്ക് ആമേൻ രൂപാന്തരത്തെ നൽകണമേ. ആമേൻ, മരിച്ചു പോയ അവസ്ഥയിലായിരിക്കുന്ന എന്നെ അവിടുന്ന് ജീവിപ്പിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ദൈവത്തിൻ്റെ ആമേൻ പുനരുത്ഥാനത്തിൻ്റെ ശക്തി, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളിലേക്ക് ആമേൻ ഇറങ്ങി വരിക തന്നെ ചെയ്യും. ആ ശക്തി നിങ്ങളിലേക്ക് പകരപ്പെടുമ്പോൾ ആമേൻ നിങ്ങൾ പുതിയ വ്യക്തികളായി മാറപ്പെടും. പുതിയ ശരീരമുള്ളവരായി നിങ്ങൾ മാറപ്പെടും. പുതിയ ആത്മാവിനെ ദൈവം നിങ്ങളുടെ ഉള്ളിൽ നൽകും. ആമേൻ, അവൻ നിങ്ങളുടെ ചിന്തകൾക്ക് അവൻ രൂപാന്തരത്തെ വരുത്തും. വിശുദ്ധ വേദ പുസ്തകം വായിക്കുമ്പോൾ ആമേൻ ആമേൻ പല നിലവാരങ്ങളിൽ യേശു കർത്താവ് രോഗികളെ സൗഖ്യമാക്കിയതായി കാണുവാനായി കഴിയും. ഒന്നാമതായി യേശുവിൻ്റെ സ്പർശനത്തിലൂടെ ആമേൻ ഒരു വിടുതൽ ഉണ്ടായതായി ലൂക്കോസ് 22-ാം അധ്യായം അതിൻ്റെ 51-ാമത്തെ വാക്യത്തിൽ കാണുവാനായി കഴിയും. അപ്പോൾ യേശു ഇത്രയ്ക്ക് വിടുവിനെന്ന് പറഞ്ഞ് അവന്റെ കാത് തൊട്ട് സൗഖ്യമാക്കി. ആമേൻ, യേശുവിൻ്റെ സ്പർശനത്തിലൂടെ ഒരു വിടുതൽ, ഒരു സൗഖ്യം. ആമേൻ, ലൂക്കോസ് 22-ാം അധ്യായം അതിൻ്റെ 51-ാം വാക്യത്തിൽ പറയുന്നു. ആമേൻ, പതിവ് പോലെ യേശു കർത്താവ് ആമേൻ തൻ്റെ ശിഷ്യന്മാരുമായി ഒലിവുമലയിലേക്ക് പ്രാർത്ഥനയ്ക്കായി കടന്നു ചെന്നു. ആമേൻ, ഒലിവുമലയിൽ ആമേൻ യേശു കർത്താവ് പ്രാർത്ഥനയിലായിരിക്കുകയാണ്. ഇടയ്ക്ക് യേശു കർത്താവ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഉണർന്നിരിക്കണം, നിങ്ങൾ ഉറങ്ങരുത്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ആമേൻ നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുവാനിടയായി തീർന്നു. യേശു പറയുന്നു, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ, നിങ്ങൾ പ്രശ്നത്തിൽ അകപ്പെടാതിരിപ്പാൻ, നിങ്ങൾ വേദനയിൽ അകപ്പെടാതിരിപ്പാൻ, നിങ്ങൾ ശത്രുപീഡയിലായി പോകാതിരിപ്പാൻ, നിങ്ങൾ കടഭാരത്തിൽ ആമേൻ താണുപോകാതിരിപ്പാൻ നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. പ്രാർത്ഥിക്കുന്നവർക്ക് ഈ ലോകത്തിൽ ജയത്തോടെ മുൻപോട്ട് പോകുവാനായിട്ട് കഴിയും. പ്രാർത്ഥിക്കുന്നവൻ ഈ ലോകത്തിൽ സധൈര്യം അവൻ്റെ മുൻപിൽ വരുന്ന പ്രശ്നങ്ങളെ കണ്ട് ഭയന്ന് പുറകോട്ട് പോകാതെ അവന് മുന്നോട്ട് പോകുവാൻ കഴിയും. ഓരോ അടിയും അവൻ എടുത്തു വയ്ക്കുവാൻ കഴിയും വിശ്വാസത്തോടെ, പ്രാർത്ഥന എന്ന ശക്തിയാൽ. ആമേൻ. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കുവേൻ എന്ന്. എന്നാൽ അന്ന് രാത്രികാലം യേശുവിനെ പിടിക്കേണ്ടതിനായി, യേശുവിനെ കൊടുക്കേണ്ടതിനായി, യേശുവിനെ ബന്ധനസ്ഥനാക്കി മാറ്റേണ്ടതിനായി ഒരു കൂട്ടം പുരുഷാരം ആമേൻ ആ ഒലിവുമലയിൽ കർത്താവും ശിഷ്യന്മാരും പ്രാർത്ഥനയോടെ ആയിരുന്ന സ്ഥലത്തേക്ക് കടന്നു വന്നു. യേശുവിൻ്റെ കൂടെ നടന്ന പല അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും കണ്ട് ആമേൻ പല ഭൂതങ്ങളെയും പുറത്താക്കിയത് കണ്ട് ആമേൻ ശിഷ്യനായ ഇസ്കാരിയോത്ത് യൂദ ആമേൻ ചുംബനത്താൽ യേശുവിനെ കാണിച്ചു കൊടുത്തു. ആമേൻ അവിടെ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരിൽ ഒരുവൻ മഹാപുരോഹിതന്റെ ദാസന്റെ ആമേൻ ചെവിയെ അറുത്തു കളഞ്ഞു എന്ന്
വേദഭാഗത്തിൽ കാണുവാനായിട്ട് കഴിയും. ലൂക്കോസ് 22:51 നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുക ആ സന്ദർഭം. അവിടെ യേശു ഒന്നും ചെയ്തില്ല. ആമേൻ. യേശു കർത്താവ് അവന്റെ ചെവിയെ തൊട്ടു. ഒരു സ്പർശനത്താൽ അറുത്തു പോയ, ആമേൻ, വേർപെട്ടു പോയ ചെവി, ആമേൻ, അത് വീണ്ടും പൂർവസ്ഥിതിയിൽ ആയി എന്ന് വേദഭാഗത്തിലൂടെ കാണുവാനായിട്ട് കഴിയും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് യേശുവിൻ്റെ സ്പർശനത്തിൽ ശക്തി ഉണ്ട് എന്ന്? മത്തായി 8-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ അവൻ കൈ നീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. അവൻ കൈ നീട്ടി അവനെ തൊട്ടു. ആര് കൈ നീട്ടി? ആരെ തൊട്ടു? യേശു കർത്താവ് കരം നീട്ടി കുഷ്ഠരോഗിയെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞ മാത്രയിൽ, ആമേൻ, ആ ഒരു സ്പർശനത്തിൽ, ആ ഒരു തൊടലിൽ അവനെ ബാധിച്ചിരുന്ന, വർഷങ്ങളായി ബാധിച്ചിരുന്ന അവന്റെ കുഷ്ഠരോഗത്തെ യേശു മാറ്റുകയുണ്ടായി. അന്നുവരെയും അവൻ പട്ടണത്തിന് പുറത്താണ്. അന്നുവരെയും അവന്റെ ബന്ധുമിത്രാദികൾക്ക് ആ കുഷ്ഠരോഗിയെ വേണ്ട. അന്നുവരെ അവൻ പാളയത്തിന് പുറത്താണ്. എന്നാൽ അവൻ വിശ്വാസത്തോടെ, ആമേൻ, ഞാൻ യേശുവിൻ്റെ അടുക്കൽ പോയാൽ എനിക്ക് സൗഖ്യം ലഭ്യമാകുമെന്ന്, ആമേൻ, വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ പോയി. അവൻ പറഞ്ഞു, എനിക്ക് വിശ്വാസമുണ്ട്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ, ആമേൻ, ഞാൻ ശുദ്ധനായി തീരും. എനിക്ക് വിശ്വാസമുണ്ട്, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ ഞാൻ ശുദ്ധൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ഈ ആലയത്തിൽ ഉള്ളിലായിരുന്നു കൊണ്ട്, ആമേൻ, നിങ്ങൾക്ക് വിശ്വാസത്തോടെ പറയുവാനായി കഴിയും, എനിക്ക് വിശ്വാസമുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റത്തെ വരുത്തും. ആമേൻ. എൻ്റെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി അയക്കും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ വിശ്വാസത്തെ കണ്ട് യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്. അതേ സഹോദരി, അതേ സഹോദര, യേശു നിന്നെ നോക്കി പറയുന്നു, എനിക്ക് മനസ്സുണ്ട്. ഐ ആം വില്ലിംഗ്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. യേശുവിൻ്റെ സ്പർശനത്തിലൂടെ അവിടെ സൗഖ്യമുണ്ടായി. ആമേൻ. രണ്ടാമതായി, യേശുവിൻ്റെ വസ്ത്രത്തിൽ ശക്തി ഉണ്ടായിരുന്നു. ലൂക്കോസ് 8-ാം അധ്യായം 44-ാമത്തെ വാക്യം. അന്ന് 12 സംവത്സരമായി രക്തസ്രാവമുള്ളവളും മുതൽ എല്ലാ വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തവളുമായ ഒരു സ്ത്രീ പുറകിൽ അടുത്തു ചെന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. ഉടനെ അവളുടെ രക്തസ്രാവം നിന്നുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. യേശുവിൻ്റെ വസ്ത്രത്തിൽ, ആമേൻ, ശക്തി ഉണ്ടായിരുന്നു. ആമേൻ. വേദഭാഗം വായിക്കുമ്പോൾ 12 വർഷമായി ബ്ലീഡിംഗ് ഉണ്ടായിരുന്ന ഒരു സഹോദരി, വേദഭാഗത്തിൽ പറയുന്നു, അവൾ പല വൈദ്യന്മാരുടെയും അടുക്കൽ പോയിട്ടും അവളുടെ സാമ്പത്തികം നഷ്ടപ്പെട്ടതല്ലാതെ, അവളുടെ പണം നഷ്ടപ്പെട്ടതല്ലാതെ, അവളുടെ രോഗം അവളെ വിട്ട് മാറിയില്ല, അവളുടെ കെട്ടുകൾ അഴിഞ്ഞില്ല, അവളുടെ പോരാട്ടം മാറിയില്ല, അവളുടെ പ്രതികൂലം മാറിയില്ല, അവളുടെ പ്രശ്നം മാറിയില്ല. അവൾ പല വൈദ്യന്മാരെയും കണ്ടു. ആമേൻ. പല മന്ത്രവാദികളുടെയും അടുക്കൽ പോയി പല വ്യക്തികളെയും സമീപിച്ചു. അവൾ ധനം പലപ്പോഴായി ചിലവഴിച്ചു. അവളുടെ ധനം, ആമേൻ, നഷ്ടപ്പെട്ടതല്ലാതെ
അവളുടെ രോഗത്തിന് ശമനം വരുത്തുവാൻ, സൗഖ്യം വരുത്തുവാൻ ആർക്കും ഈ ലോകത്തിൽ കഴിഞ്ഞില്ല. അവൾ ഒരു ശബ്ദം കേട്ടു, നസ്രനായ യേശുവിൻ്റെ അടുക്കൽ പോയാൽ എൻ്റെ രോഗത്തിന് സൗഖ്യം വരും, എൻ്റെ രോഗത്തിന് ശമനം വരും, ഞാൻ സൗഖ്യമുള്ളവളായി മാറും, എനിക്ക് വിടുതലുണ്ടാകും. അവൾ വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, വിശ്വാസത്തോടെ അവൾ കടന്നു ചെന്നു. അവൾ നോക്കുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ ഒരുപാട് ജനങ്ങൾ പുരുഷാരം കൊണ്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. ആമേൻ. യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ ആമേൻ സ്ഥലമില്ല. അത്രയ്ക്കും ജനങ്ങൾ യേശുവിനെ തിങ്ങി ഞെരിഞ്ഞു നിൽക്കുമ്പോൾ ആ ജനനിബിഡമായ ആമേൻ ആ സമൂഹത്തിൻ്റെ ഇടയിലൂടെ വല്ല വിധേനയും എനിക്ക് സൗഖ്യം കിട്ടണമെന്ന ചിന്തയോടെ, വല്ല വിധേനയും എൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരണമെന്നുള്ള ചിന്തയോടെ ആ രക്തസ്രാവക്കാരിയായ സ്ത്രീ ആമേൻ യേശുവിൻ്റെ അടുക്കൽ വല്ല വിധേനയും വന്നുപെട്ടു. ആമേൻ. അവൾ ഭയന്ന് പേടിയോടെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ അവളൊന്ന് തൊട്ടു. വചനം പറയുന്നു, കൂടാതെ ആമേൻ യേശുവിൻ്റെ ശക്തി ആ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലൂടെ വ്യാപരിച്ചു. ഇന്നും ആ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ആ ശക്തിക്ക് ഇന്ന് ആമേൻ അറുതി വന്നിട്ടില്ല. ആ ശക്തി നിന്ന് പോയിട്ടില്ല. ആ ശക്തി കുറഞ്ഞിട്ടില്ല. യേശു പറഞ്ഞു, ഞാൻ ചെയ്തതിലും അധികമായി നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. ഹല്ലേലൂയ. വിശ്വാസമുണ്ടോ? നിന്റെ രോഗത്തോട് പറ, ഹേ രോഗമേ, എന്നെ വിട്ട് മാറിപ്പോ. ഇനി ഞാൻ രോഗത്തിൽ അടിമയല്ല, ഇനി ഞാൻ ശാപത്തിൽ അടിമയല്ല, ഇനി ഞാൻ ശത്രുക്കൾക്ക് അടിമയല്ല, ഇനി ഞാൻ പിശാചിൽ അടിമയല്ല. വിശ്വാസത്തോടെ പറ. നിന്റെ പ്രശ്നത്തെ നോക്കി നീ പറ, നിന്റെ പ്രതികൂലത്തെ നീ നോക്കി പറ, ഇനി എൻ്റെ മേൽ സ്ഥാനമില്ല, ഞാൻ വിശ്വാസത്തോടെ ഈ ലോകത്തിൽ സഞ്ചരിക്കും. എൻ്റെ അവസ്ഥകൾക്ക് മാറ്റം തരുവാൻ കഴിവുള്ള ഒരു ദൈവത്തിലാണ് ഞാൻ ആശ്രയം വെച്ചിരിക്കുന്നത്. ആമീൻ. ആ കാലഘട്ടത്തിൽ ആമീൻ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്നവളായിരുന്നു ആ സഹോദരി. സമൂഹത്തിൽ ഒരു മാന്യതയുമില്ലാത്തവൾ, സമൂഹത്തിൽ ചപ്പും കുപ്പയുമെന്ന് എണ്ണി മാറ്റി നിർത്തപ്പെട്ടവൾ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പറയുന്നു, ആമീൻ, ഇങ്ങനെ നിരന്തരമായി ബ്ലീഡിംഗ് ഉള്ള ഒരു സഹോദരിയെ അശുദ്ധയെന്നെണ്ണേണം. അവൾക്ക് മറ്റ് പൊതു ഇടങ്ങളിൽ വരുവാനുള്ള അനുവാദമില്ല. മാറ്റി നിർത്തപ്പെട്ടിരുന്ന, ഒറ്റപ്പെടുത്തിയിരുന്ന, തള്ളപ്പെട്ടിരുന്ന 12 വർഷമായി മാനസികവും ശാരീരികവുമായി തളർന്ന്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മരിച്ചു കഴിഞ്ഞു. ഇന്ന് ഞാൻ ജീവച്ഛവമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അപ്രകാരം ആമേൻ ഒരു ജീവച്ഛവമായി പുറത്തിറങ്ങുവാൻ കഴിയാത്ത അവസ്ഥയിൽ ആമേൻ പുറത്തിറങ്ങിയാൽ ആളുകൾ അവളെ പരിഹസിക്കും, ഒറ്റപ്പെടുത്തും. അന്നത്തെ സമൂഹത്തിൻ്റെ ആമേൻ സംസ്കാരം അപ്രകാരമായിരുന്നു. എന്നാൽ യേശുവിൻ്റെ ശരീരത്തിൽ നിന്നും ഒരു ശക്തി പുറപ്പെട്ടു പോയി എന്ന് യേശു അറിഞ്ഞപ്പോൾ യേശു ചോദിച്ചു, എന്നെ തൊട്ടത് ആർ? എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു പോയിരിക്കുന്നു. അവൾ ഭയത്തോടെ അവൾ മുൻപോട്ട് വന്ന് ആമേൻ ഞാനാകുന്നു എന്ന് പറയുവാൻ ഇടയായി തീർന്നു.
യേശു എന്നെ തൊട്ടത് ആരെന്ന് ചോദിക്കുമ്പോൾ ചുറ്റും കൂടിയിരുന്ന പുരുഷാരം പറഞ്ഞു, ആമീൻ, ഇത്രയും ജനനിബിഡമായ ആമീൻ ഈ ഒരു സ്ഥലത്ത് ആമീൻ ജനങ്ങൾ തിങ്ങിക്കൂടിയിരിക്കുമ്പോൾ ആമീൻ അങ്ങേ തൊട്ടത് ആരെന്ന് എങ്ങനെയാണ് തിരിച്ചറിയുവാൻ കഴിയുക? പക്ഷേ യേശു ആമീൻ തന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടത് അറിഞ്ഞു. യേശു ചോദിച്ചപ്പോൾ അവൾ മുന്നോട്ട് വന്നു. അന്നുവരെയും സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട, ഒറ്റപ്പെട്ട, ആമീൻ ഒരു മാന്യതയുമില്ലായിരുന്ന, ആമീൻ താഴ്ത്തിക്കെട്ടിയിരുന്ന, അപമാനിതയായിരുന്ന, രോഗിയായിരുന്ന അവളെ നോക്കി ആ സമയം യേശു വിളിച്ചു, മകളെ, 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 മകളെ. ഇന്നും പലരെയും നോക്കി യേശു വിളിക്കുന്നുണ്ട്, മകളെ, എൻ്റെ മകളെ, എൻ്റെ മകളെ. നീ ഭാരപ്പെടേണ്ട. കഴിഞ്ഞ നാളുകൾ വരെ നീ ഒറ്റപ്പെട്ടിരിക്കാം, കഴിഞ്ഞ നാളുകൾ വരെ നീ താഴ്ന്നു പോയിരിക്കാം, കഴിഞ്ഞ നാളുകൾ വരെയും നീ അപമാനിതരായിരിക്കാം. അന്നുവരെയും ആമേൻ മാറ്റി നിർത്തപ്പെട്ട ആ സമൂഹത്തിൽ യേശു അവളുടെ രോഗത്തെ സൗഖ്യമാക്കി. ആ സമൂഹത്തിന്റെ മുൻപിൽ യേശു അവളെ മാനിച്ചു. യേശു അവളെ മാനിച്ചു. യേശു അവളെ മാനിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോക മനുഷ്യരുടെ മാന്യത നിനക്ക് വേണ്ട. ഈ ലോക മനുഷ്യരുടെ നല്ല പേര് നിനക്ക് വേണ്ട. ആമേൻ, നിന്നെ കുറിച്ച് നല്ലത് പറയുവാൻ, നിന്നെ മാനിക്കുവാൻ, ആമേൻ നിനക്ക് മാന്യത നൽകുവാൻ ആമേൻ യേശു ഉണ്ട്. അതുകൊണ്ട് നീ ഭാരപ്പെടരുത്. അന്ന് വരെയും ആമേൻ കരഞ്ഞ്, ആമേൻ കണ്ണുനീർ വറ്റി, ആമേൻ ആമേൻ നിരാശയുടെ പടുകുഴിയിലായിരുന്ന അവളെ യേശു സൗഖ്യമാക്കി. അതെ, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ ആമേൻ സൗഖ്യം വ്യാപരിപ്പാൻ ഇടയായിത്തീർന്നു. യേശുവിൻ്റെ വാക്കുകളിൽ ശക്തിയുണ്ടായിരുന്നു. ലൂക്കോസ് 8-ാം അധ്യായം അതിൻ്റെ 49-ാമത്തെ വാക്യം. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ ഒരാൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞു. യേശു അത് കേട്ടാറേ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും എന്ന് അവനോട് ഉത്തരം പറഞ്ഞു. വീട്ടിലെത്തിയാറേ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെയും ബാലയുടെ അപ്പനെയും അമ്മയും അല്ലാതെ ആരെയും അവൻ തന്നോടുകൂടെ അകത്തു വരുവാൻ സമ്മതിച്ചില്ല. എല്ലാവരും അവളെ ചൊല്ലി കരയുകയും മുറയിടുകയും ചെയ്തപ്പോൾ, കരയേണ്ട, അവൾ മരിച്ചില്ല, ഉറങ്ങുന്നതത്രേ എന്ന് അവൻ പറഞ്ഞു. അവരോ അവൾ മരിച്ചുപോയി എന്നറിക കൊണ്ട് അവനെ പരിഹസിച്ചു. എന്നാൽ അവൻ അവളുടെ കൈക്ക് പിടിച്ച്, ബാലെ, എഴുന്നേൽക്ക എന്ന് അവളോട് ഉറക്കെ പറഞ്ഞു. അവളുടെ ആത്മാവ് മടങ്ങി വന്നു, അവൾ ഉടനെ എഴുന്നേറ്റു. ഹല്ലേലൂയ. യേശു കർത്താവ് പുരുഷാരത്തോടൊപ്പമായിരിക്കുമ്പോൾ ആമേൻ പള്ളിപ്രമാണിയുടെ ആമേൻ ഒരു ബന്ധു, ഒരു ദാസൻ കടന്നു വന്നിട്ട് ആമേൻ അവനോട് അറിയിക്കുകയാണ്, നിന്റെ മകൾ മരിച്ചുപോയി. പള്ളിപ്രമാണിയുടെ ദാസൻ കടന്നു വന്ന് പള്ളിപ്രമാണിയോട് പറയുന്നു, നിന്റെ മകൾ മരിച്ചുപോയി. ആമേൻ. യേശു ഈ വാർത്ത കേൾക്കുവാൻ ഇടയായി തീർന്നു. ആമേൻ. യേശു എന്താണ് ചെയ്തത് എന്ന് ആ വേദഭാഗത്തിൽ കാണുവാനായി കഴിയും. യേശു പള്ളിപ്രമാണിയോടൊപ്പം ആ വീട്ടിലേക്ക് കടന്നു ചെന്നു. യേശു ഒരു വാക്കാണ് കൽപ്പിച്ചത്, ബാലെ, എഴുന്നേൽക്ക, ബാലെ, എഴുന്നേൽക്ക. മരിച്ചു കിടന്ന ബാലയെ എഴുന്നേൽപ്പിക്കുവാൻ യേശുവിൻ്റെ വായിൽ കൂടി വന്ന വാക്കിന് കഴിഞ്ഞു. യേശുവിൻ്റെ വാക്കുകളിലൂടെ ദൈവശക്തി വ്യാപരിപ്പാൻ ഇടയായി തീർന്നു. വചനം പറയുന്നു, ബാല ഉടനെ ജീവ
ജീവനോടെ എഴുന്നേറ്റു. അവളിൽ നിന്നും വേർപെട്ടു പോയ ആത്മാവ് അവളിലേക്ക് മടങ്ങി വന്നു. അവൾ ഭക്ഷണം കഴിച്ചു. ഹല്ലേലൂയ. യേശുവിൻ്റെ വാക്കുകളിൽ ശക്തി ഉണ്ടായിരുന്നു. യോഹന്നാൻ 11-ാം അധ്യായത്തിൽ ബഥാന്യയിലെ ലാസർ മരണപ്പെട്ടു പോയി. വേറെ ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അവന് മരിച്ച് 4 നാൾ കഴിഞ്ഞതിന് ശേഷമാണ് യേശു കർത്താവ് ബഥാന്യയിലെ ലാസറിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. ആമേൻ. അവിടെ ചെല്ലുമ്പോൾ യേശുവിൻ്റെ സ്നേഹിതരായിരുന്ന മാർത്തയും മറിയയും അവിടെയുണ്ട്. അവരിൽ ഒരാൾ പറഞ്ഞു, കർത്താവേ, അവിടെ നിന്ന് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. യേശു പറഞ്ഞു, ആമേൻ, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. അവൾ വിശ്വസിച്ചു. യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശു കർത്താവ് ലാസറിനെ വെച്ചിരുന്ന അടക്കിയിരുന്ന കല്ലറയുടെ മുൻപിൽ പോയി നിന്നതിന് ശേഷം യേശു കർത്താവ് ഒരേ ഒരു വാക്ക് പറഞ്ഞു, ലാസറേ, പുറത്തു വരിക. ഉടനെ തന്നെ ലാസർ ജീവനുള്ള ദേഹിയായി. ആമേൻ. 4 നാൾ കഴിഞ്ഞ നാറ്റം വമിച്ചിരുന്ന ആമേൻ ലാസർ ജീവനോടെ പുറത്തു വന്നു എന്ന് ആമേൻ വേദഭാഗത്തിലൂടെ കാണുവാനായി കഴിയും. യേശുവിൻ്റെ വാക്കുകളിൽ ശക്തി ഉണ്ടായിരുന്നു. ആമേൻ. യേശുവിൻ്റെ നടക്കയിൽ ശക്തി വ്യാപരിച്ചിരുന്നു. മർക്കോസ് 6-ാം അധ്യായം അതിൻ്റെ 46-ാം വാക്യം. ആമേൻ. യേശു കർത്താവ് പുരുഷാരത്തോടൊപ്പമായിരുന്നതിന് ശേഷം പ്രാർത്ഥിപ്പാനായി മലയിലേക്ക് കടന്നു ചെന്നു. തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അക്കരയ്ക്ക് പോകുക. അവർ യേശുവിൻ്റെ വാക്ക് കേട്ട് അനുസരിച്ച് പടകിൽ കയറി അവർ തുഴയുവാനായിട്ട് തുടങ്ങി. യേശു കർത്താവ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ആമേൻ മടങ്ങി കടക്കരയിൽ വന്നപ്പോൾ ആമേൻ പടക് കടലിൻ്റെ നടുവിൽ ആമേൻ എത്തിയിരിക്കുന്നു. ആമേൻ. കാറ്റ് കാരണം, ശക്തമായ കാറ്റും തിരമാലകളും കാരണം ശിഷ്യന്മാർ ആമേൻ വല്ലാതെ ഭയപ്പെട്ട് ആമേൻ അവർ വളരെയധികം പ്രയാസം അനുഭവിച്ച് തണ്ടുവലിച്ച് അവർ വലയുകയാണ് എന്ന് യേശുവിന് മനസ്സിലായി. യേശു കർത്താവ് ആമേൻ ആ വെള്ളത്തിന്മീതെ കടലിലൂടെ നടന്ന് അവരുടെ അടുക്കൽ ചെന്ന് പടകിൽ കയറിയപ്പോൾ വചനം പറയുന്നു, കാറ്റും കോളും നിന്നുപോയി. വലിയൊരു ശാന്തത ആ കടലിലുണ്ടായി എന്ന്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആമേൻ തിരമാലകളും കാറ്റും കോളും ഉണ്ടായപ്പോഴും ജീവിതമാകുന്ന പടക് ആടി ഉലഞ്ഞപ്പോൾ അതിൻ്റെ തണ്ട് വലിച്ച് നാം ക്ഷീണിച്ചു പോയപ്പോഴും പലപ്പോഴും യേശുവിൻ്റെ ആമേൻ കടന്നു വരവ്, അവൻ്റെ ആ സാമീപ്യം നമ്മുടെ ജീവിതത്തിൽ ആമേൻ പലപ്പോഴും നാം അനുഭവിച്ച് അറിഞ്ഞവരാണ്. ആമേൻ. നമ്മുടെ കാലുകൾക്ക് ദൈവം ശക്തി പകരുകയുണ്ടായി. നമ്മെ ദൈവം ആമേൻ വളരെയധികം ധൈര്യത്തോടെ പ്രതികൂലത്തിൽ നടന്ന് മുമ്പോട്ട് പോകുവാൻ സഹായിച്ചു. ആമേൻ. യേശുവിൻ്റെ തുപ്പലിൽ ശക്തി ഉണ്ടായിരുന്നു. യോഹന്നാൻ 9-ാം അധ്യായം വായിക്കുമ്പോൾ യേശു കർത്താവ് കടന്നു പോകുമ്പോൾ ആമേൻ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യൻ അവൻ വിശ്വാസത്തോടെ ആമേൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു. ആമേൻ. യേശു തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് അവൻ വിശ്വസിച്ചു. ആമേൻ. കർത്താവ് എന്താണ് ചെയ്തത്? യേശു കർത്താവ് നിലത്ത് തുപ്പി ചേറുണ്ടാക്കി ആ ചേറെടുത്ത് ആ കുരുടനായ വ്യക്തിയുടെ കണ്ണുകളിൽ പുരട്ടിയിട്ട് ശീലോഹാം കുളത്തിൽ പോയി കഴുകിക്കളക എന്ന് പറഞ്ഞു.
ആമേൻ. അവൻ യേശുവിൻ്റെ വാക്കുകൾ കേട്ട് ശീലോഹാം കുളത്തിലേക്ക് പോയി. അവൻ തൻ്റെ കണ്ണുകൾ വിശ്വാസത്തോടെ കഴുകിക്കളഞ്ഞപ്പോൾ, ആ ചേറ് കഴുകിക്കളഞ്ഞപ്പോൾ അവൻ കാഴ്ചയുള്ളവനായി മാറപ്പെട്ടു എന്ന് വേദഭാഗത്തിലൂടെ മനസ്സിലാക്കുവാനായി കഴിയും. അതെ, യേശുവിൻ്റെ തുപ്പലിൽ ശക്തി ഉണ്ടായിരുന്നു. യേശുവിൻ്റെ നോട്ടത്തിൽ ശക്തി ഉണ്ടായിരുന്നു. ലൂക്കോസ് 22-ാം അധ്യായം അതിൻ്റെ 61, 62 വാക്യങ്ങൾ നിങ്ങൾ ഭവനത്തിൽ പോയി വായിച്ചാൽ മതിയാവും. ആമേൻ. യേശു പിടിക്കപ്പെട്ട രാത്രിയിൽ ആമേൻ അവനെ മഹാപുരോഹിതന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയേണ്ടതിന് ആമേൻ പത്രോസ് ആമേൻ യേശുവിനെ അല്പം ദൂരെ മാറി പിൻചെന്നു. അവിടെ ആയിരിക്കുമ്പോൾ ആമേൻ 3 പേർ ആമേൻ നീ യേശുവിൻ്റെ കൂടെ ഉള്ളവനല്ലയോ എന്ന് പത്രോസിനെ നോക്കി ആമേൻ ചോദിപ്പാൻ ഇടയായി. പത്രോസ് പല ഒഴിവ് തിരിവും പറഞ്ഞു അവൻ അല്ല എന്ന് പറഞ്ഞ് സ്ഥാപിപ്പാൻ ഇടയായി. 3 പേരും പത്രോസിന്റെ മുഖത്ത് നോക്കി ചോദിച്ചു, ആമേൻ നീ യേശുവിൻ്റെ കൂടെയുള്ളവനല്ലയോ? അവൻ പറഞ്ഞു, അല്ല, എനിക്ക് യേശുവിനെ അറിയത്തില്ല. യേശുവിനോടൊപ്പം ദൈവിക ശുശ്രൂഷയിലായിരുന്ന പത്രോസ് അവൻ യേശുവിനെ തള്ളിപ്പറഞ്ഞു. 3ാമതും തള്ളിപ്പറഞ്ഞപ്പോൾ യേശു കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. ആ മാത്രയിൽ പത്രോസിന് പശ്ചാത്താപമുണ്ടായി. അവന് തൻ്റെ കുറവിനെ കുറിച്ച് ഉണരുവാനിടയായി തീർന്നു. പത്രോസിന് ആ സമയം യേശു തന്നോട് പറഞ്ഞ കാര്യം ഓർമ്മ വന്നു. കോഴി കൂകുന്നതിന് മുന്നേ 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും പത്രോസേ. വചനം പറയുന്നു, അവൻ പുറത്തിറങ്ങി അതി ദുഃഖത്തോടെ കരഞ്ഞു എന്ന്. ശ്രദ്ധിക്കണമേ, അവൻ ആമേൻ ചെയ്ത അല്ലെങ്കിൽ പറഞ്ഞു പോയ ആ തെറ്റിനെ കുറിച്ച് ഉണർന്നു. യേശുവിൻ്റെ നോട്ടത്തിലെ ശക്തിയാൽ അവന് തൻ്റെ തെറ്റിനെ കുറിച്ച് ഉണരുവാൻ ഇടയായി. അവൻ അതീവ ദുഃഖത്തോടെ കരഞ്ഞു. ആമേൻ. പിന്നത്തേതിൽ വചനം പഠിപ്പിക്കുന്നു, പത്രോസ് ആമേൻ ഒരു സുവിശേഷ പ്രവർത്തകനായി മാറപ്പെട്ടു. യേശു ക്രിസ്തുവിനെ നേരെയാണ് ക്രൂശിച്ചത്. എന്നാൽ പത്രോസ് ആമേൻ മരിക്കുന്ന സമയത്തിൽ പത്രോസ് ഇപ്രകാരം പറഞ്ഞു, ആമേൻ യേശുവിനെ പോലെ നേരെ ക്രൂശിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. അതുകൊണ്ട് എന്നെ തലകീഴായി ക്രൂശിക്കണം എന്ന്. ആമേൻ. അത്രത്തോളം തൻ്റെ ഗുരുവിനെ പത്രോസ് സ്നേഹിക്കുവാൻ ഇടയായി തീർന്നു. ആമേൻ. നാം ചില കാര്യങ്ങൾ ആമേൻ ബൈബിളിൽ നിന്ന് വേഗത്തിൽ ശ്രദ്ധിപ്പാൻ ഇടയായി തീർന്നു. 1, യേശുവിൻ്റെ സ്പർശനത്തിൽ ശക്തി ഉണ്ടായിരുന്നു. 2, യേശുവിൻ്റെ വസ്ത്രത്തിൽ ശക്തി ഉണ്ടായിരുന്നു. 3, യേശുവിൻ്റെ വാക്കുകളിൽ ശക്തി ഉണ്ടായിരുന്നു. 4, യേശുവിൻ്റെ നടക്കയിൽ ശക്തി ഉണ്ടായിരുന്നു. 5, യേശുവിൻ്റെ തുപ്പലിൽ ശക്തി ഉണ്ടായിരുന്നു. 6, യേശുവിൻ്റെ നോട്ടത്തിൽ ശക്തി ഉണ്ടായിരുന്നു. ദൈവമക്കളായിരിക്കുന്ന ദൈവ പൈതലേ, പ്രിയ സഹോദര സഹോദരി, ആമേൻ. നാമും ആരെ പോലെ ആകേണ്ടത്? ദൈവദാസനെ പോലെയാണോ ആകേണ്ടത്? അല്ല. മറ്റു വ്യക്തികളെ പോലെയാണോ ആകേണ്ടത്? സിനിമാ മേഖലയിൽ
പ്രവർത്തിക്കുന്ന സൂപ്പർ സ്റ്റാറുകളെ അനുകരിക്കുന്ന ഒരു സമൂഹത്തിൽ ആമേൻ യൗവന മക്കളുടെ ഇടയിലാണ് നാം ജീവിക്കുന്നത്. ആമേൻ സിനിമാ താരങ്ങളെ പോലെയാണോ നാം ആകേണ്ടത്? അല്ലെങ്കിൽ ഏതെങ്കിലും അച്ഛന്മാരെ പോലെയാണോ നാം ആകേണ്ടത്? ഏതെങ്കിലും പാസ്റ്റർമാരെ പോലെയാണോ നാം മാറേണ്ടത്? അല്ല, നാം യേശുവിനെ പോലെ ആയി മാറണമെന്ന് യേശു ആഗ്രഹിക്കുന്നുണ്ട്. യേശുവിനെ പോലെ നാം ആയി മാറുമ്പോൾ യേശുവിനെ പോലെ നാം ചിന്തിക്കണം. യേശുവിനെ പോലെ നാം ഈ ലോകത്തിൽ യാത്ര ചെയ്യണം. ഒരു വിശുദ്ധ ജീവിതം നാം ഈ ലോകത്തിൽ നയിക്കണം. ദൈവവുമായി എപ്പോഴും സംസർഗം പുലർത്തുന്നവരായി നാം ഈ ലോകത്തിലായിരിക്കണം. ഈ ലോകത്തിൽ യേശുവിനെ പോലെ ആമേൻ താഴ്മ ധരിച്ച് ആമേൻ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിപ്പാൻ നമ്മാൽ കഴിയുന്ന വിധത്തിൽ നാം അധ്വാനിക്കണം. ജനങ്ങളുടെ ഉന്നമനത്തിനായി, അവരുടെ ആവശ്യങ്ങൾക്കായി, ആമേൻ അവരുടെ കാര്യതകൾക്കായി കർത്താവ് കൂടെ ഇരുന്നത് പോലെ യേശു ആരെയും വിട്ട് മാറിപ്പോയില്ല. യേശു ജനങ്ങളോട് ഒപ്പമായിരുന്നു. അവൻ അവരെ കണ്ട് മനസ്സലിഞ്ഞു. അവരുടെ അവസ്ഥകൾക്ക് വ്യത്യാസത്തെ വരുത്തി. നമ്മളുടെ റോൾ മോഡൽ യേശു ആയിരിക്കണം. നാം യേശുവിനെ പോലെ നടക്കുവാനും ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മിലേക്ക് ഇറങ്ങി വരും, നമ്മിലേക്ക് പകരപ്പെടും. നാം നടക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും. ആമേൻ. നമ്മുടെ വസ്ത്രത്തിലൂടെ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും. ആമേൻ. നാം ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗി സൗഖ്യം പ്രാപിക്കും. ആമേൻ. നാം ഒരാളോടൊരു വാക്ക് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവസ്ഥകൾക്ക് വ്യത്യാസം വരും. നിങ്ങൾ വിശ്വാസത്തോടെ ഈ ലോകത്തിൽ ആമേൻ കർത്താവിനെ പോലെ ആയിത്തീരുവാൻ, യേശുവിനെ പോലെ നടക്കുവാൻ, യേശുവിനോട് കൂടെ സഞ്ചരിക്കുവാനായിട്ട് ആമേൻ നിങ്ങൾക്ക് കഴിയണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. എങ്കിൽ മാത്രമേ കർത്താവ് നമുക്കായി ഒരുക്കിയിട്ടുള്ള ആമേൻ ആ ശാന്ത തുറമുഖത്തേക്ക് ആമേൻ വഴിയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോകാതെ, പട്ടുപോകാതെ നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടി ആമേൻ ആ നിത്യതയുടെ തേജസ്സിന്റെ അനുഭവത്തിലേക്ക് കടന്നു ചെന്ന് നമുക്കായി ഒരുക്കിയിട്ടുള്ള കിരീടങ്ങളെ പ്രാപിച്ചുകൊണ്ട് യുഗായുഗകാലം പ്രിയനോടൊത്ത് ആ സന്തോഷ സുദിനത്തിൽ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ഈ ലോകത്തിൽ ആമേൻ മാത്രമല്ല ആമേൻ ആ ലോകത്തിലും പരലോകത്തിലും ആമേൻ ദൈവത്തോടൊപ്പം വാഴുവാനായി കഴിയുകയുള്ളൂ.